നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പുതിയ നിയമസഭയെക്കുറിച്ച് വചനം പഠിക്കുമ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ്. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയും, ഓരോ ദൈവമക്കളും, ഓരോ പാസ്റ്റർമാരും, ഓരോ സഹോദരി സഹോദരന്മാരും ദൈവവചന വ്യവസ്ഥ പ്രകാരം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് നമ്മൾ. അതാ ഇപ്പോൾ ഇവിടെ വായിച്ചത്. അടുത്ത നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്നും പിന്നെ അറിയുന്നില്ലയോ? ഇപ്പൊ ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കരുത്. എങ്ങനെയാണ് നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നത്? ദൈവവചന വ്യവസ്ഥ പാലിക്കാതെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നാം നമ്മെ തന്നെ നശിപ്പിക്കുക. മനസ്സിലാക്കണേ സത്യം. നാം നമ്മുടെ ശരീരത്തെ എങ്ങനെ നശിപ്പിക്കുന്നു? ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കാതെ നമ്മുടെ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ മന്ദിരമായി ജീവിക്കാൻ കഴിയാത്ത നിലയിൽ ജീവിതത്തെ വിടുന്നതുകൊണ്ട് നാം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരിക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അടുത്ത ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. അപ്പം നമ്മൾ വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ്. എന്തുകൊണ്ടാണ്? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് എൻ്റെ ശരീരം. ഇത് മണ്ണുകൊണ്ട് മെനഞ്ഞൊരു ശരീരമാണെങ്കിലും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമുക്ക് തന്ന് ആത്മരക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ രക്ഷിതമായി കർത്തൃത്വം ഏൽപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ സന്നിധി നമ്മൾ സമർപ്പിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെട്ടു. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് ഒരു പുതിയ നിയമ വിശ്വാസി എന്നുള്ള ഉത്ബോധം എത്ര പേർക്കുണ്ട്? ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയാതിരിക്കരുത്. ഈ യാഥാർത്ഥ്യം, ഈ സത്യം ഞാൻ അറിഞ്ഞില്ല കർത്താവേ, അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല കർത്താവേ എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പണ്ടൊരു കൊലപാതകം ചെയ്തു, ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കുറ്റങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് ജഡ്ജി അവനോട് ചോദിച്ചു, ഈ കൊലപാതകം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇതൊരു വലിയ പാപമാണെന്നും ഈ കൊലപാതകം നിന്നെ തൂക്കുകയർ വാങ്ങിത്തരത്തക്ക നിലയിൽ ഉള്ളൊരു അവസ്ഥയാണെന്നും നിനക്കറിയാൻ പാടില്ലായിരുന്നോ എന്ന് ഞാൻ ജഡ്ജി അതോട് ചോദിക്കുക. ഒരു കഥയാ. അപ്പം അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി മാപ്പാക്കണം, എനിക്കത് അറിയത്തില്ല. അപ്പോൾ ശിക്ഷയ്ക്ക് ഒഴിവുണ്ടോ? ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടിയാൽ മതിയാവും. ആ വ്യക്തി ചെയ്ത തെറ്റ് ഒരു കൊലപാതകമാണ്. നിരപരാധി ഒരു മനുഷ്യനെ കൊന്നു സംശയാസ്പദമായ നിലയിൽ. ന്യായപ്രമാണ കാലത്താണെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയി എന്ത് ചെയ്യും? കൊലയാ ചെയ്യും. ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുന്നുണ്ട്. നിരപരാധിയായ ഒരു വ്യക്തി, ഒന്നും അറിയാത്തൊരു വ്യക്തിയെ നിഷ്ഠൂരമായിട്ട് കൊന്നു കളഞ്ഞാൽ ചിലപ്പോൾ കോടതി ശിക്ഷ വിധിക്കും. തൂക്കുകയറ് കൊടുത്തെന്ന് വരും. സ്തോത്രം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ജഡ്ജിയുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ ഇദ്ദേഹം പറഞ്ഞു, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം നിയമം അറിയാത്തത് കൊണ്ട് ശിക്ഷയ്ക്ക് ഒഴിവുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല. അതുപോലെ സത്യവേദ പുസ്തകത്തിലെ, ഞാൻ അതിന് പറയുന്ന ഭാഷ ഇതാണ്, ഈ ലോക കോടതി ന്യായമായ ശിക്ഷകൾക്ക് മരണവിധി കൽപ്പിക്കുമെങ്കിൽ സ്വർഗീയ കോടതിയുടെ നിയമത്തിൻ്റെ മുൻപിൽ മനുഷ്യരാകുന്ന നമ്മൾക്ക് സ്വർഗീയ കോടതിയും എന്തു ചെയ്യും? മരണശിക്ഷ കൽപ്പിക്കും. അതാണ് നിത്യമായ നരകമെന്ന് ദൈവമക്കൾ ഇനിയെങ്കിലും പഠിക്കണം. ദൈവത്തിൻ്റെ പ്രമാണം തെറ്റിച്ചു പോകുന്നതിലെ ദൈവം ശിക്ഷ പിടിച്ച് നരകത്തിൽ കൊണ്ടേ തള്ളും. അത് വരാതിരിക്കാനാണ് നമ്മൾ വചനങ്ങൾ പ്രസംഗിക്കുകയും ഈ സ്വർഗീയ കോടതിയുടെ ഉപദേശങ്ങൾ, ഈ നിയമങ്ങൾ ജനത്തോട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വചനം പ്രസംഗത്തിൽ ജനത്തെ ഈ ആത്മീയമായി ഉദ്ധരിച്ചെടുക്കേണ്ടതിന് പോലും ദൈവവചന പ്രഘോഷണം ധനസമ്പാദനത്തിന് വേണ്ടിയും പേരിനും പ്രശസ്തിക്കും കസേരയ്ക്കും വേണ്ടിയൊക്കെ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ ദൈവം
കണക്കാക്കുമ്പോൾ ഈ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അതിന് പൗലൂസ് പറയുന്ന ഒരു ഭാഷയുണ്ട്, എൻ്റെ സുവിശേഷം നിങ്ങളെ ന്യായം വിധിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. അപ്പൊ ദൈവത്തിൻ്റെ വചനം നമ്മെ ന്യായം വിധിച്ച്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് ശിക്ഷ വിധിച്ച് നന്മയോ തിന്മയോ നമുക്ക് ലഭിക്കാനിടയായി തീരുമെന്ന് നമ്മൾ വിശ്വസിക്കും. എന്നാൽ ഈ ലോകത്തിൻ്റെ കോടതികൾക്ക് ഒരുപക്ഷെ പഴുതുകൾ കണ്ടേക്കാം. പണം ഉപയോഗിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, വ്യക്തി സ്വാധീനം ഉപയോഗിച്ച് വിലയേറിയ ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞും കാശ് കൊടുത്തും കോടതിയെ അട്ടിമറിക്കാനായിട്ട് ഈ ലോകത്ത് കഴിയുമെന്ന് നമ്മൾ പല നിലയിലും കണ്ടു കഴിഞ്ഞു. ഒരു സമ്പന്നനായ വ്യക്തി ഒരു പാപം ചെയ്താൽ അത് തടിയൂരി പോരും, അല്ലേ? ഒരു പാവം പിടിച്ച ഒരു ഓട്ടോറിക്ഷക്കാരൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കും. പക്ഷെ സ്വർഗീയ കോടതിയുടെ മുൻപാകെ ഒരിക്കലും ആർക്കും വഴുതി പോകാൻ പറ്റത്തില്ല, ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവം അവനെ ന്യായം വിധിക്കും. ഞങ്ങൾ വായിച്ച വാക്യത്തിലേക്ക് വരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എങ്ങനെയാണ് ഈ മന്ദിരത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുക? ദൈവവചന വ്യവസ്ഥ പാലിക്കാതെ ജീവിക്കുമ്പോൾ നാം നമ്മുടെ മന്ദിരത്തെ നാം തന്നെ നശിപ്പിക്കുക. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല, അതിനെക്കുറിച്ചൊന്നും ധ്യാനിക്കാറില്ല. ഈ അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ നിലയിൽ ചിന്തിച്ചു പോകുന്നത്. സ്തോത്രം. നിങ്ങളും അങ്ങനെ തന്നെ ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. തന്നെത്താൻ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ വഞ്ചിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെ തന്നെ അശുദ്ധമാക്കിയാൽ, വ്യവസ്ഥ വിട്ടുകഴിഞ്ഞാൽ നാം നമ്മെ വഞ്ചിക്കുക. ദൈവവ്യവസ്ഥ പാലിക്കാതെ നാം ജീവിക്കുമ്പോൾ നാം നമ്മെ തന്നെ വഞ്ചിക്കുക. ദൈവം നമ്മെ ശിക്ഷിക്കാനുള്ള വഴി നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുക ചെയ്യുന്നത്. ഈ ഹൈന്ദവ ശ്ലോകത്തിലാണെന്ന് തോന്നുന്നു, നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ നമുക്ക് നരകവും സ്വർഗവും നമ്മൾ സൃഷ്ടിച്ചെടുക്കും. സ്തോത്രം. ഇനി അടുത്ത ഈ ഭാഗത്തിലെ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6:19 വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 6:19. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആമേൻ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അവിടെ വേറൊരു നിലയിലുള്ള പഠനമാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. വളരെ മനോഹരമാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. എൻ്റെ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ്. പണ്ട് ഒരു പ്രായമുള്ളൊരു പാസ്റ്റർ എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി കുറേ ഉപദേശങ്ങൾ, ഞങ്ങളെ ഉപദേശം പഠിപ്പിക്കുന്ന വിവാസന്മാർ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഡോണ്ട് ടച്ച് യുവർ ബോഡി. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തരിച്ചിരുന്നു. ഡോണ്ട് ടച്ച് യുവർ ബോഡി. ഇതിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യരുത്? തൊടാൻ പാടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ മന്ദിരമാണ്. യാതൊരു നിലയിലും നീ നിന്റെ ശരീരത്തെ വികൃതമാക്കരുത്. നിന്റെ സ്വഭാവം കൊണ്ടോ, നിന്റെ ജീവിത രീതികൾ കൊണ്ടോ, നിന്റെ അണിഞ്ഞൊരുങ്ങൾ കൊണ്ടോ, നിന്റെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ നീ നിന്റെ ശരീരത്തെ വികൃതമാക്കരുത്, വികലമാക്കരുത്. അത് ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അത് പരിപാവനമാണ്. അത് ആത്മാവിനെ വാസം ചെയ്യാനുള്ളതാണ്. ആത്മാവിനെ വാസം ചെയ്യാൻ അനുയോജ്യമല്ലാത്ത നിലയിൽ നിന്നിൽ നിന്ന് പ്രവൃത്തികൾ ഉണ്ടായാൽ ആത്മാവ് നിന്നിൽ നിന്ന് വിട്ടുപോകും. ഇന്നാരും പറയാറില്ല, ഇതൊന്നും ആരും പറയാറില്ല. കർത്താവ് പറഞ്ഞു അല്ലേ, ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മുമ്പ് വസിച്ചിരുന്ന പിശാചെല്ലാം കൂടി വന്ന് ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? അത് കൂടെ വസിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും? മുമ്പിലത്തേക്കാൾ രംഗം വഷളായിപ്പോയി. പിന്നെ പിശാചെ പിശാചെ കൃപാവര പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചാലും തലകുത്തി കിടന്ന് പ്രാർത്ഥിച്ചാലും സംഗതി പോകത്തില്ല. സംഗതി പോക്കായി അതോടുകൂടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ കൈകൂപ്പി വിളിച്ചു പറയുക, നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ ആക്ഷരിക ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിൻ്റേതായ നിലയിൽ അതിനെ സൂക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടു നടക്കണം. ഈ മന്ദിരത്തിൽ ദൈവാത്മാവ് വസിക്കുമ്പോൾ ദൈവാത്മാവിന് ഹിതമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. ഗലാത്യ ലേഖനം പഠിപ്പിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തി ആത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കാണാൻ കഴിയും. ജഡത്തിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി. വേണേ ആ ഭാഗം എടുത്തൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം.
ദുഷ്കാമം, അഞ്ചിന്റെ എത്ര തൊട്ടാ പാസ് ഞാൻ പറഞ്ഞേ? 5:19. 5:19 എടുത്താട്ടെ, എല്ലാവരും എടുത്ത് വായിച്ചാട്ടെ. ജഡത്തിന്റെ പ്രവൃത്തികൾ, ആ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആമേൻ. ആചാരം, ആമീൻ. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, സ്തോത്രം, ദ്വന്ദ്വം, സ്തോത്രം. അസൂയ, മദ്യപാനം, വെളിക്കൂട്ട് ആ മുതലായവെന്ന് വെളിവാകും. ആ ഇരുവക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് എപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയും. അടുത്ത് ആത്മാവിന്റെ ഫലം, അവിടെ നിൽക്കട്ടെ. ആത്മാവ്, അപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം വിട്ട് ആത്മാവിനെ പ്രാപിച്ച് ആത്മഫലമുള്ളവരായി ജീവിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ ഈ വക 9 കൂട്ടം ഫലങ്ങൾ അല്ലേ? അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മളിൽ വരാൻ പാടില്ല. അപ്പോൾ തന്നെ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകുകയും വേണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എന്നാൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവാത്മാവിൻ്റെ ഇഷ്ടത്തിന് കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ വളരെ ഈസിയായ ഒരു ജീവിതം കൂടിയാണ്. ജഡത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വരാൻ പാടില്ല എന്നുള്ളത് പ്രധാനം. അപ്പോൾ തന്നെ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകുകയും വേണം. ആത്മാവിനെ ഉണ്ടാകണം. ദൈവാത്മാവില്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം സഹോദരിമാരെ. അപ്പൊ ദൈവാത്മാവ് ഉള്ളവർക്ക് ദൈവാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവില്ലാത്തവനെങ്ങനെ ഫലം ഉണ്ടാകുന്നു? നമ്മളിൽ ആത്മാവ് വസിക്കണ്ടേ? നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചാലല്ലേ ആത്മാവിന് ഫലം ഉണ്ടാകത്തുള്ളൂ. ഫലം വസിക്കാത്തവനെങ്ങനെ ഫലം ഉണ്ടാകുന്നേ? ഇനി ദൈവാത്മാവ് വസിക്കുന്നെങ്കിൽ ആ വസിക്കുന്നതിൻ്റെ എന്തൊക്കെയാണ് ഫലമെന്നാണ് ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് ആത്മാവിൻ്റെ ഫലം. ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നമുക്ക് ഈ ഫലം ഉണ്ടോ? അതോ ജഡത്തിൻ്റെ പ്രവൃത്തികളാണോ നമ്മളിൽ വസിക്കുന്നത്? ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മളിൽ വസിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? എന്താ കുഴപ്പം? എന്താ ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ചൊരു മറുപടി പറയണം. കറക്റ്റ്, 100 മാർക്ക്. ജഡത്തിൻ്റെ പ്രവൃത്തി വസിച്ചാൽ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കിടത്തിയിട്ട് മരണമേ നിന്റെ ജയം ഇവിടെ, മരണമേ നിന്റെ വിഷമുള്ള ഇവിടെ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിനായ പ്രമാണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഈ സഹോദരൻ, ഈ സഹോദരി, ഈ പിതാവ്, ഈ മാതാവ്, ഈ കുഞ്ഞ് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്തായി? ഭയങ്കര സന്തോഷം. ആത്മഫലത്തോടെയാണോ ജീവിച്ച് മരിച്ചത്? ഇതാ നമ്മുടെ ക്ലാസ്സിന് ആൾ പറയുന്നതിൻ്റെ കാര്യം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഗലാത്യർ 4:16 സത്യം പറയുകൊണ്ട് ശത്രുവായിപ്പോയി. ആത്മഫലത്തിലാണ് നിറഞ്ഞാണോ ജീവിച്ചത്? ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് ഒരു തെറ്റൊന്നും ചിന്തിക്കരുത്. ഇന്ന് നടക്കുന്ന ഓരോ മരണ ശുശ്രൂഷയിലും ഞാൻ പങ്കെടുക്കാത്തതിൻ്റെ കാരണം എനിക്കതിൽ വിശ്വാസമില്ല. ഈ ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിച്ചാണോ ആ സഹോദരൻ, സഹോദരി, പിതാവ്, മാതാവ്, കുഞ്ഞ് കണ്ണടഞ്ഞതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊന്ന്. ഈ ആത്മഫലം നമ്മളിൽ ഉണ്ടാകാനുള്ളൊരു പഠിപ്പിക്കൽ ഇല്ലേ? പക്ഷേ കുറഞ്ഞ പക്ഷം ഉണ്ടാകണ്ടേ? പഠിപ്പിക്കൽ ഉണ്ടാകണ്ടേ? അപ്പം പ്രസംഗിക്കാതെ എങ്ങനെ? കേൾക്കാതെ എങ്ങനെ? വിശ്വസിക്കാതെ എങ്ങനെ അവൻ ആത്മീയമായിട്ട് മുമ്പോട്ട് വളരും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഇത് ലോകം മുഴുവൻ പോകുന്ന മെസ്സേജ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാസ്റ്റർമാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, റവറൻറ്റുമാരെ, ഡോക്ടർമാരെ, ദൈവസന്നിധിയിൽ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരെ, നിങ്ങളൊക്കെ ആ സ്ഥാനമാനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആത്മഫലത്താൽ നിറയപ്പെട്ട് ആത്മസ്വഭാവമുള്ളവരായി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ജീവിച്ചാണോ കണ്ണടഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതെന്ന് ചിന്തിച്ചോളാം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ചെയ്ത്, ജഡത്തെ പ്രസാദിപ്പിച്ച്, ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്ത്, ഏത് നിലയിലും ജഡീകന്മാരായി ഈ ജഡീകന്മാരെന്ന് പറഞ്ഞൊരു വിഷയം എൻ്റെ ഒരു വലിയൊരു സബ്ജക്റ്റാണ്. ഞാനത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ ജഡീകൻ ആരാ? ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞ ആരെങ്കിലും ചിന്തിച്ച് പറഞ്ഞോളാം കേട്ടോ. അത് ഓക്കെ, ഒരു ഇതിലാണ്. എന്നാൽ അതിനേക്കാൾ അത് ശരിയാണ്. അതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ട വേറെ ഭാഗമുണ്ട്. ശിശു ജഡീകൻ.
ആത്മീയ വളർച്ച പ്രാപിക്കാത്ത ശിശു ആരാ? നിങ്ങളടുത്ത് വായിച്ചോ 1 കൊരിന്ത്യർ 3-ാം അധ്യായം. ഇങ്ങോട്ട് വായിച്ചേ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം ഒന്ന് വായിച്ചേ. അതെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ. ശിശു ജഡികനാ. വളർച്ച പ്രാപിക്കാത്ത കുഞ്ഞ് ജഡികനാ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു, 5, 10, 15, 20 വർഷങ്ങളായി. വളർച്ചയില്ല, ശിശുവായിട്ടിരിക്കുക. സ്വന്തമായിട്ട് വചനം ഭക്ഷിക്കാൻ പറ്റുന്നില്ല, ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് രാവിലെ ക്ലാസ്സിന് വന്നപ്പോൾ കുറച്ച് നേരം ആത്മാവിൽ ആരാധിച്ചു. എനിക്ക് ആത്മാവിൽ ആരാധിക്കില്ലെങ്കിൽ വചനം പഠിപ്പിക്കാൻ പറ്റത്തേയില്ല. ആത്മാവിൽ ആരാധിക്കുക, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവോട് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ജനത്തിന് കൊടുക്കാൻ പറ്റുന്നത്. ഒരു ശിശുവിനത് പറ്റത്തില്ല. അപ്പോൾ വിശ്വാസികളെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ആത്മഫലങ്ങളുള്ളവരായി ആത്മാവിൽ ആരാധിച്ച് ആത്മീകന്മാരായി തീരണം. ശൈശവാവസ്ഥയിൽ കിടന്നാൽ അവൻ ജഡീകനാണ്. ജഡീകനാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. മറ്റേ വാക്യം നമുക്കൊന്ന് വായിക്കണേ. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരണം. വായിക്കാം. 1 കൊരിന്ത്യർ 13-11. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. അപ്പൊ പുരുഷനാകുന്നില്ലെങ്കിൽ മതി, അത്ര മതി. പുരുഷനാകുന്നില്ലെങ്കിൽ പറഞ്ഞോ, നിങ്ങൾ ആടൻ ഭാഷയെ പറഞ്ഞ ഇങ്ക എന്തോ ഇങ്ക ഈ കയ്യും കാലും ഇട്ട് ഇങ്ങനെ കളിക്കുന്ന പരുവത്തിൽ കിടക്കുന്ന ഒരു 1.5 വയസ്സൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കൊച്ചെന്താ പറയണേ? ഇങ്ക. വിശ്വാസികൾ പലരും ആ പരുവത്തിൽ കിടക്കുക. സ്വന്തമായിട്ടൊന്ന് വചനം വായിക്കാനോ, ഒരു സമയത്തിന് പോയില്ലെങ്കിൽ വീട്ടിലിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാനോ, ഒരു രോഗമോ ഒരു കഷ്ടത വന്നോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് രോഗശാന്തി പ്രാപിക്കാനോ, ഒരു അസമാധാനത്തിൻ്റെ ഒരു പ്രശ്നം വന്നാൽ, സമാധാനമില്ലാത്തൊരു പ്രശ്നം വീട്ടിൽ വരുന്നു, ക്രൈസിസ് ഉണ്ടാകുന്നു, നമ്മുടെ ജീവിതം ഉണ്ടാകുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദിവ്യ സമാധാനത്തിൽ നിറയപ്പെടാൻ ഒരു ശിശുവിന് കഴിയത്തില്ല, ഒരു ആത്മികനെ കഴിയത്തുള്ളൂ. കൊരിന്ത് ലേഖനം നിങ്ങൾ പഠിച്ചു 1-ാം ലേഖനം പഠിക്കുമ്പോൾ ആസോത്രം കൊരിന്ത് സഭ ശിശുക്കളെ പോലെ കിടക്കുക. ഒരു പക്ഷം പിടിക്കുക. എത്ര പക്ഷം പിടിച്ചു? 4 പക്ഷം. ക്രിസ്തുവിൻ്റെ പക്ഷം, കേഫാവുടെ പക്ഷം, പൗലൂസിൻ്റെ പക്ഷം, പിന്നെ ഒരു പക്ഷം കൂടി ഉണ്ടല്ലോ, അപ്പൊല്ലോസിൻ്റെ പക്ഷം. അപ്പോൾ പൗലൂസ് എന്താ പറഞ്ഞു? ഈ പക്ഷം പിടിച്ച വിശ്വാസികളോട് പൗലൂസ് എന്താ പറഞ്ഞു? പൗലൂസ് ആര്, അപ്പൊല്ലോസ് ആര്? അപ്പം നമ്മളൊക്കെ ആരും ആണെന്ന് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സംഭാഷണം പഠിപ്പിക്കുന്ന ആൾ ഒരു ചുക്കുമില്ല നമ്മൾ. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി ദൈവം എന്നെ പഠിപ്പിച്ചത്, പൗലൂസ് സ്വയം പറയുന്നു പൗലൂസ് ആരെന്ന്. ഞങ്ങൾ നട്ടുവെന്ന് അനച്ചു വളരെ മാലാക്കുന്ന ദൈവമല്ല, ഞങ്ങൾ ആരും ഒന്നുമില്ല. ആ റവറൻറ്റ് എന്നുള്ള പേരെടുത്തങ്ങ് മാറ്റിയേക്കണം, ആ ഡോക്ടർ എന്നുള്ള പേരെടുത്തങ്ങ് മാറ്റിയേക്കണം. ഒന്നുമില്ല, നമ്മളാരും ഒന്നുമില്ല. പൗലൂസിൻ്റെ ആ പ്രയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 15-ാം അധ്യായം എടുക്കാം. ഈ വിഷയങ്ങൾ ഇങ്ങനെ പോവുകയാണ്. പോട്ടെ, ആ നിലയിൽ പോട്ടെ, അത് ആത്മാവ് നിയോഗിക്കുന്ന പോലെ വിഷയം പോട്ടെ, അതായിരിക്കും നല്ലത്. 15-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം. അനന്തരം അവൻ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി എന്നുള്ളത് 6-ാം വാക്യം മുതൽ വായിക്കും. അടുത്ത് ചിലരോ നിദ്ര പ്രാപിച്ചും ഇരിക്കുന്നു. അടുത്ത് അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. അടുത്ത് എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഓഹോ, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ. ഇതെന്ത് ഈ അകാല പ്രജ? ഞാൻ ചോദിക്കും, ഇതെന്താ ആരും പ്രസംഗിക്കാത്തെന്ന് എൻ്റെ ചോദ്യം. ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ റവയും ഗോതമ്പും ഒക്കെ എടുത്ത് മാറ്റേണ്ടി വരും. ഇത് കളിയാക്കിയല്ലേ കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. ഐ എം ടെലിംഗ് ട്രൂത്ത്, സത്യം ഞാൻ പറയുക. ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ റവറൻറ്റും ഡോക്ടർ പട്ടവും ഈ സെൻറ്ററും ഇതൊക്കെ ലോക്കലെല്ലാം ദൂരെ കളയേണ്ടി വരും. അകാല പ്രജ ഇംഗ്ലീഷ് ബൈബിളുകളൊക്കെ എടുത്ത് വായിക്കാം. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, മൊബൈൽ ഫോണുണ്ടെങ്കിൽ എടുത്ത് വായിക്കാം. KJV ഉണ്ടോ ഇല്ലേ? എടുത്ത് വായിച്ചോ. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം എന്നുണ്ടെന്ന് വായിച്ചോ. വായിച്ചിട്ട് പോയച്ചാൽ മതി മുമ്പ്. അതിൻ്റെ ഇംഗ്ലീഷ് മൊബൈലിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരെടുത്ത് വായിച്ചാൽ. ഇതിൽ ഇംഗ്ലീഷ് ഉണ്ട്, ഇത് റെക്കോർഡിംഗ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഉണ്ടോ? ചാനലുണ്ടോ?
അകാല പ്രജ എന്നുള്ളതിന് KJV കൊടുത്തിരിക്കുന്ന പദം ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം എന്ന് പറഞ്ഞാൽ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച് വീണ ഒരു ശിശു എന്ന് പറയാൻ പറ്റത്തില്ല. മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ചൊരു ശിശു എന്ന് പറയും. ഒരു മാംസകഷ്ണം, മാംസപിണ്ഡം, അതാ കറക്റ്റ്. KJV 1 കൊരിന്ത്യർ 15 ഇപ്പം വായിച്ച വാക്യം 6 വായിച്ചേ. നമ്മൾ വെള്ളക്കാരൊന്നും അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഇംഗ്ലീഷൊക്കെ നമ്മൾ പറയണമല്ലോ. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം എന്നൊരു പദം ഉണ്ടോ? ഓക്കെ. അടുത്ത് then of all the apostle, and last of all he was seen of me also, also one born out of due time. Born out of due time. KJV കിട്ടത്തുള്ളൂ, മറ്റേ കിട്ടത്തില്ല. KJV കുറച്ചുകൂടി സ്വീകാര്യമായ ബൈബിള്, അത് ശാസ്ത്രന്മാർ കൂടുതൽ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച് വീണ ഒരു മനുഷ്യനാണ് ഞാനെന്ന് എൻ്റെ പൊന്നു ദൈവമേ അപ്പോസ്തലനായ പൗലൂസ് പറയുമ്പോൾ ഞങ്ങൾ ആരോ ആണൊക്കെയാണെന്ന് എല്ലാവരും പറയും. ദാസിന് മനസ്സിലായി, ഉള്ളി തട്ടിയല്ലേ. കർത്താവ് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ പരിജ്ഞാനം കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കാം. കർത്താവ് കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ക്യാരക്ടർ അപ്പോസ്തലനായ പൗലൂസാണ്. കാരണം ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അപ്പോൾ അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലൂസ് പറയുകയാണ്, ഞാനൊരു മാംസപിണ്ഡമാണ്. മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു മാംസകഷ്ണത്തിന് തുല്യമാണ്. കാരണം ഞാൻ ഒന്നുമല്ലെന്ന്, അതിനേക്കാൾ താഴ്ത്തി പറയാനായിട്ടൊരു പദം വേദപുസ്തകത്തിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടി മലയാളത്തിൽ ഒന്ന് വായിച്ചേ. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അടുത്ത, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ഏറ്റവും ചെറിയവനല്ലോ. അവിടെ നിൽക്കട്ടെ പാസ്റ്റർ, എന്നെ ഏറ്റവും ചെറിയവനാണോ പൗലോസ്? ഏറ്റവും വലിയവനാ. പുള്ളി അങ്ങ് താഴ്ത്തുക പുള്ളിയെ. അപ്പൊ പുള്ളിക്കിടെ ഉള്ളിൽ ഏത് കർത്താവ് പറഞ്ഞ വചനം കയറിയിട്ടുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നവൻ അത് ഉള്ളി കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് താഴ്ത്തുന്നത്. ഇന്നിപ്പോൾ തന്നെത്താൻ അങ്ങ് ഉയർത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആത്മീയ ഗോളത്തിൽ കിടന്ന് ഞാനൊരു കുറ്റം പറയുകയല്ല, വലിയ വലിയ സ്ഥാനമാനങ്ങൾക്ക് വഹിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ പൗലൂസ് പറയുന്ന പോലുള്ള ഉപദേശങ്ങൾക്കൊരു പറയാൻ പറ്റാത്തത്? അവരെ തന്നെ അങ്ങ് ഉയർത്തി വെച്ചിരിക്കുക. കർത്താവ് പറഞ്ഞ് താഴാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ വി ആർ ബ്രദേഴ്സ്, നിങ്ങളെല്ലാം സഹോദരന്മാർ, നിങ്ങൾ ആരും പേരെടുക്കരുത്, നിങ്ങൾ ആരും നായകന്മാരാകരുത്. കർത്താവ് പറഞ്ഞതിന് എന്നാ വില അല്ലേ? കർത്താവ് പറഞ്ഞതിന് എന്നാ? പ്രിയ ദൈവമക്കളെ, പുതിയ നിയമസഭയ്ക്ക് പറ്റിയ മൂല്യച്ഛതി കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ അവർ തെറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അടുത്ത ഭാഗം വായിച്ചോട്ടെ പാസ്റ്റർ. പുള്ളിയെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് കൂടി പറഞ്ഞിട്ട് വായനത്തിലേക്ക് വരാം. ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനുമല്ല. അടുത്ത, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ കൂടുതൽ അധ്വാനിച്ചിരിക്കുന്നു. ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, ഈ വചനങ്ങൾ നമ്മുടെ കണ്ണ് തുറന്ന് നമ്മളൊന്ന് വായിക്കും, മനസ്സിലാക്കും. ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപ. നമ്മളല്ല ശുശ്രൂഷ ചെയ്യുന്നത്, നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മളിൽ വസിക്കുന്ന ദൈവവചനത്തിൻ്റെ ജ്ഞാനമാണ് ശുശ്രൂഷ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മൾ അവിടെ ഒരു സീറോയാ. പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ നമ്മളൊരു ചാവിള്ളയാ. ഞാനിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ ചാവിള്ള മീറ്റിങ്ങിന് പോവുകയാണ്, കർത്താവ് ഇന്ന് സഹായിക്കണം. ചാവിള്ള അങ്ങോട്ട് പോകാൻ, ചാവിള്ള എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. നമ്മുടെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ചാവിള്ള അങ്ങോട്ട് പോവുക, ചാവിള്ള ഇങ്ങോട്ട് പോവുക, വല്ലവരും കൊള്ള കുഴപ്പമുണ്ടോ കർത്താവിനോട് പറയുന്നതിന്? ഞാനൊന്നുമില്ലെന്ന് ഞാൻ തന്നെ എന്നെ തന്നെ കുറിച്ച് പറയുക. ഞാൻ എന്തുവാണെന്ന് പറയുമ്പോൾ ഞാനവിടെ സീറോ ആവുക. ഈ മർമ്മം വലിയത് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ദൈവസഭയ്ക്ക് പറ്റിയ മൂല്യച്യുതി
ഈ ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ അതിൻ്റെ ഉള്ള അളവിൽ ജനത്തിനടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മ ആരാണ്? പുതിയ നിയമസഭ. നമ്മ ആരാണ്? ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരം. എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നു അതിൽ ദൈവസഭ എന്ന് വെച്ചാൽ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം, കെട്ടിടം. 2 നിർമ്മല കന്യക അല്ലെങ്കിൽ സ്തോത്രം മണവാട്ടി. 3-ാമത്തത് സഭ ക്രിസ്തുവിൻ്റെ ശരീരം. ആദ്യത്തെ പഠനത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു വിഷയം മാത്രം അതിൽ നിന്ന് അടർത്തിയെടുത്താണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് പുതിയ നിയമസഭ. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായിരിക്കുമ്പോൾ നമ്മളിൽ പ്രധാനമായിട്ടുണ്ടാകേണ്ടത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ ഗലാത്യലേഖനത്തിൽ വന്നത്. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിത്രയും ഫലങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ദൈവത്തിൻ്റെ മന്ദിരമാകത്തുള്ളൂ. ആ ഫലങ്ങളില്ലാതെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ജഡീക സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദൈവാത്മാവ് നമ്മളെ ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ദൈവാത്മാവ് നമ്മളെ വിട്ടുപോകും. വിട്ടുപോയി കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പറ്റത്തില്ലേ? കാകർപ്പം പ്രസംഗം നടത്തും. സാക്ഷി വിവരണം നടക്കത്തില്ലേ? പാസ്സായിട്ടിരിക്കാൻ പറ്റത്തില്ലേ? പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാനാണെങ്കിൽ കൂടുതൽ പറ്റും. കാരണം സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻ എല്ലാ പരിപാടിയും നടക്കും. പക്ഷേ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. ദൈവാത്മാവ് നമ്മൾ വസിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതാ പലരും വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾക്കതാകാമോ? ഈ നിയമസഭയിൽ ഇവർ നടക്കുന്ന വാക്പോര് പാസ്റ്റർമാർ അതുകൊണ്ട് ഞാൻ പറയത്തില്ല, കേൾക്കാൻ പാസ്റ്റർമാരൊന്ന് കേൾക്കണം. ഇടത് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ പ്രതിപക്ഷത്തിരിക്കുന്ന മന്ത്രിയും അവരുടെ MLA-മാരും കൂടി ചോദിക്കുക. യുവർ ഓണർ, സാർ സാർ എന്ന് വിളിക്കുക. ആരെയാണ് വിളിക്കുന്നത്? സ്പീക്കറിനെ വിളിക്കുന്നത്. സാർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന വിഷയം ഇന്ന നിലയിൽ എഴുതി വച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഇവർ കാണിച്ച ഈ പ്രവൃത്തി സാർ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അപ്പോൾ സ്പീക്കർ ചോദിക്കും, അല്ല പറയാനുണ്ടോ? അവിടെ കിടന്ന് ഉരുളുന്ന ആൾക്കാരുണ്ട്. സാർ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ. എന്നാൽ വിവരമുള്ളവരൊക്കെ പറയാം, അവിടെ ഇരിക്കും. ആ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, അവിടെ ഇരിക്കും. അങ്ങനെ പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട് സതീശൻ. ഞാനിത് കാണുന്നതെന്ന് വെച്ചാൽ നമുക്കിത് പഠിക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അല്ല അവരുടെ രാഷ്ട്രീയം പഠിക്കാനല്ല. തെറ്റിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ തെറ്റ് ചെയ്തവൻ്റെ സ്വത്രം, അവൻ്റെ രീതി, അവൻ്റെ സ്വഭാവം, അവൻ്റെ ഇടപാട്, അവൻ്റെ മുഖഭാവം, തെറ്റിന് മുമ്പ് പ്രതികരിക്കാൻ ഒന്നും പറ്റത്തില്ല. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഈ MLA-മാർക്കുടെ കയ്യിലെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം ഉണ്ടോ ഇല്ലയോ? നമ്മുടെ കയ്യിൽ പോയതേ പുസ്തകമുള്ളൂ, നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. എനിക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ആ ഭരണഘടന നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കിയിരിക്കണം. അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ വ്യവസ്ഥകൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സുവിശേഷം നമുക്ക് വ്യക്തമായിട്ട് ഏത് മതക്കാർക്കും പ്രസംഗിക്കാമെന്നുള്ളതിന് ലോജിക്കലുണ്ടല്ലേ? ഇത്ര നിയമം എത്രയാണെന്നറിയാമോ? ആർട്ടിക്കിൾ 25, പിന്നെ 45, 46, 28. ഈ കുറേ ആർട്ടിക്കിൾ, കുറേ നമ്പറുകളുണ്ട്. അതിൽ പ്രസംഗിക്കാവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ വാദിക്കുന്നത്. ന്യൂനപക്ഷ കമ്മീഷൻ നമ്മുടെ ആൾക്കാർ വാദിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി ഇന്ന വകുപ്പ് പ്രകാരം ഏത് മതം പ്രചരിപ്പിക്കാനും ആരെ പ്രസംഗിക്കുക, ഏത് നിലയിൽ മതപരിവർത്തനം നടത്താനൊക്കെ. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പ്രസംഗിക്കാം, മതപരിവർത്തനം നടത്താനില്ല. പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാം, വേദപുസ്തകം പ്രസംഗിക്കാം. ഏത് മതം പ്രചരിപ്പിക്കാനും നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യം. പരിവർത്തനം നടത്തുന്ന വിഷയത്തെക്കുറിച്ച് പല സ്റ്റേറ്റുകളുടെ നിയമം ഉള്ളതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഉദ്ധരിക്കുന്നില്ല. അവിടെ നമ്മൾ സൈലൻ്റ് ആകുക. പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. അതെന്തുകൊണ്ടാണ് അടുത്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര നമ്പർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് പറയുന്നത്. അതുപോലെ ഈ സ്വർഗീയ കോടതിയുടെ നിയമമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കോടതിയുടെ നിയമം? ആത്മാവ് വസിക്കുന്നവനിൽ എന്തുണ്ടാകണം? ആത്മാവിൻ്റെ ഫലമുണ്ടാകണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന വ്യക്തിക്ക് ആത്മാവിൻ്റെ സ്വഭാവം അവനിലുണ്ടായി. ഇല്ലെങ്കിൽ ആത്മാവ് വസിക്കുന്നുണ്ട് എന്താ കാര്യം? ഞങ്ങളവിടെ എറണാകുളത്ത് ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് ആര് നടത്തി, എന്ത് നടത്തിയൊന്നും ഞാൻ പറയുന്നില്ല. പരസ്യമായിട്ട് ആരും അവഹേളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അന്യഭാഷയുടെ ബഹളം തന്നെയായിരുന്നു. ആ പരിസരവാസികൾ കിടന്നുറങ്ങാൻ പറ്റില്ല. അന്യഭാഷ ഓരോരുത്തർക്കും ഓരോ മൈക്ക് കൊടുത്ത് എല്ലാം കൂടി കിടന്നങ്ങ് പറയും.
ഏത് പുസ്തകത്തിലെ വ്യവസ്ഥയാണ്? പല സീനിയർ പാസ്റ്റർമാർ ചോദിച്ചു, ഈ അന്യഭാഷ സംസാരിക്കേണ്ടതിന് വ്യവസ്ഥകളുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നതിന് ഇപ്പോൾ വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞോ, മിണ്ടായിരിക്കാൻ പറയുന്നില്ല, ദൈവത്തോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോൾ കടന്ന് ഓളിയിടാനില്ല. ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവമേ എന്ന് പറഞ്ഞ് അന്യഭാഷയിൽ കാറി പറയാനാണ്. ദൈവം കേട്ടോളൂ. ദൈവം നമ്മളെപ്പോലെ പൊട്ടനല്ലല്ലോ. ദൈവം കേട്ടോളൂ, സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷ സംസാരിക്കാൻ തനിക്ക് തന്നെ അല്ല, ആത്മീയവർദ്ധന വരുത്തുന്നത് ദൈവത്തോട് സംസാരിക്കുന്നതാ. അതിന് വ്യവസ്ഥയുണ്ട്. അതിന് മൈക്ക് വെച്ചിട്ട് ഓരോരുത്തരെയും മൈക്കും കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞോളാന്ന് പറഞ്ഞാൽ വാലും തുമ്പില്ലാത്ത പോക്കാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന മുഴുവൻ ദൈവവചന വ്യവസ്ഥ വിട്ടുള്ള പോക്കുകളാണ്. അതുകൊണ്ട് ജനത്തിന് എന്ത് കിട്ടുന്നില്ല? ആത്മീയമായിട്ടൊന്നും വളരാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ 10 പേര്, ഇപ്പോൾ എത്ര പേരെ ഇവിടെ എല്ലാവരും കൂടി വന്നിട്ട് 4, 5, 6, 7, 9 പേരേക്ക് കർത്താവോട് ചേർത്ത് 10 പേരേ ഉള്ളൂ അല്ലേ? 10 പേരേ ഉള്ളൂ. 10,000 പേരില്ലെങ്കിൽ പാസ്റ്റർമാർക്കൊരു സന്തോഷമില്ല. കാരണം 10,000 പേരുണ്ടെങ്കിൽ എന്ത് കിട്ടും? നല്ല കാശ്. 10,000 പേരിടുന്ന സ്വോത്രാഴ്ചയിൽ നിന്ന് 250 ഒരു 1000 പേരിടുന്ന സ്വോത്രാഴ്ചയിൽ ചാപ്പാടും കൊടുത്ത് വാടകയും കൊടുത്ത് ബാക്കി കാശും കൊണ്ട് ആൾക്കാർ തലം വിടാം. അത് കഴിഞ്ഞ് അടുത്ത ഇടം പിടിക്കാം. അതൊക്കെ ഇവിടെ നടന്നുകൊണ്ട് ഞാൻ പരസ്യമായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് ഒരു പുതിയ നിയമ വിശ്വാസി എന്നുള്ള ബോധ്യം ഇന്ന് പൽക്കാലം ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. ആത്മാവ് വസിച്ചാൽ ആത്മാവിന് എന്തുണ്ട്? ഫലമുണ്ട്. ആത്മാവിന് ആത്മസ്വഭാവമുണ്ട്, ആത്മഫലമുണ്ട്. സ്തോത്രം, സ്തോത്രം. ആത്മഫലം അത് ക്രിസ്തുവിൻ്റെ ഫലമായിരിക്കും അവനിൽ വെളിപ്പെടുന്നത്. ആത്മാവിൻ്റെ ഫലമില്ലാതെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണെന്നും പറഞ്ഞ് വ്യാജമായ അന്യഭാഷ സംസാരിച്ചാൽ അത് ദൈവസന്നിധിയിൽ നമ്മൾ വായിച്ച വാക്യപ്രകാരം നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്, നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പുതിയ നിയമസഭയാണ്, നമ്മൾ ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ്. ഈ മന്ദിരം വസിക്കുന്നവനെ, മന്ദിരം ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരത്തെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. എങ്ങനെ? ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിക്കാൻ കഴിയാതെ ജഡത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നാം നമ്മെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പഴയ നിയമത്തിലേക്ക് വരാം, പറഞ്ഞു പോകാൻ കാര്യങ്ങൾ. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പ്രസൻസ് എവിടെ വസിച്ചിരുന്നത്? കറക്റ്റ്, 100%. ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് വസിച്ചിരുന്നത് ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിലായിരുന്നു. ആ സമാഗമന കൂടാരത്തിൻ്റെ പണി പുറപ്പാട് പുസ്തകം അവസാനമുണ്ട്. നമ്മളത് സമയമുണ്ടെങ്കിൽ നമ്മളത് ധ്യാനിക്കും. ആ പുറപ്പാട് പുസ്തകത്തിൽ അതിനുള്ള വ്യവസ്ഥ കൊടുക്കുന്നുണ്ട്, ഇന്നിന്ന രീതിയിലൊക്കെ ഉള്ള പണി. വേണമെങ്കിൽ അതൊന്നിടത്തുനിന്ന് വായിക്കാം. 13ാമത്തെ പോയിന്റിലേക്ക് വരാം. 13 പോയിന്റ് ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ടാണ് ഈ ക്ലാസ്സിൽ എടുത്തു പോകുന്നത്, നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. പുറപ്പാട് പുസ്തകം 13ാം അധ്യായം വായിക്കാം. 13ാമത്തെ പോയിന്റ്, സോറി, ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന 13ാമത്തെ പോയിന്റിൽ 25ാം അധ്യായത്തിൻ്റെ 8-9 ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എക്സോഡസ് 39-26 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പഴയ നിയമം പുതിയ നിയമത്തോട് കമ്പയർ ചെയ്ത് പഠിക്കാൻ നമ്മൾ ചെയ്യുന്നു. 26 വായിച്ചാട്ടെ. ശുശ്രൂഷയ്ക്കുള്ള അങ്കയുടെ വിളുമ്പിൽ ചുറ്റും ഒരു മണിയും ഒരു മാതളപ്പഴവും ഒരു മണിയും ഒരു മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു. അപ്പൊ അവിടെ ആ മാതളപ്പഴം എന്നുള്ളത് അങ്ങ് വിട്ടോ. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 39ാം അധ്യായത്തിലും 26 എല്ലായിടത്തും ഉണ്ട്. സ്തോത്രം. 39:1 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 39:5 ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം, നമ്മൾ സമയം മുമ്പിലില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 39:7 വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 39:21 വാക്യത്തിൻ്റെ നടുഭാഗത്ത് ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ. 39ാം അധ്യായത്തിൻ്റെ 26 അവസാന ഭാഗത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 39:29 അവസാന ഭാഗത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി.
31 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 32 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. സ്തോത്രം. അടുത്ത 47 വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. 42 യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്ത് തീർത്തിരുന്നത് കണ്ട് മോശെ അവരെ അനുഗ്രഹിച്ചു. ഇനി അടുത്ത് ഈ 40 അധ്യായത്തിലും 16 വാക്യത്തിൽ യഹോവ മോശ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. അതിൻ്റെ 19 അവസാനം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. 21 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. 23 വാക്യത്തിൻ്റെ അവസാന പാർട്ടിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. 25 വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 27 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 29 ലാസ്റ്റിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 32 വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. സ്തോത്രം. അടുത്ത വാക്യം 34 വാക്യം വായിച്ചാട്ടെ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറച്ചു. തിരുനിവാസത്തെ എങ്ങനെ നിറച്ചു? യഹോവ കൽപ്പിച്ചതുപോലെ സമാഗമന കൂടാരത്തിൻ്റെ ഓരോ പണികളും അതിൻ്റെ ഓരോ ചെയ്തികളും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് വന്ന് സമാഗമന കൂടാരത്തെ നിറച്ചു. അപ്പം അതിൽ നമ്മൾ പഠിക്കുന്ന ഗുണപാഠം, ദൈവം കൽപ്പിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ദൈവാത്മാവിൻ്റെ വാസം സമാഗമന കൂടാരത്തിലും പുതിയ നിയമ വിശ്വാസിയായ നമ്മളിലും ഉണ്ടാകുകയുള്ളൂ. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ അത് എഴുതിയേക്കുന്നത് വചനം പറയുന്നത് അങ്ങനെയാണ്. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർക്കുള്ളിൽ കടക്കാൻ പറ്റാത്ത നിലയിൽ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ചു. അത് പഴയ നിയമമാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയിൽ ഇപ്പം നമ്മൾ വായിച്ച അനുസരിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം നമുക്ക് വിലയുണ്ടോ ഇവിടെ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആലോചനകൾ പകർന്നു കൊടുത്ത് ബസലേലും ഒഹലിയാബും കൂടി ദൈവാത്മാവിൻ്റെ ജ്ഞാനം നിറഞ്ഞ ദൈവവൃത്യന്മാരും മോശയും കൂടി ചേർന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം യഹോവയാ കർത്താവ് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വസിച്ചു. അത് സമാഗമന കൂടാരമാണ്. അത് ഓൾഡ് ടെസ്റ്റ്മെൻ്റാണ്. ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ സമാഗമന കൂടാരം സ്തോത്രം അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. ഇനി സമാഗമന കൂടാരത്തിന് മലയാളത്തിലൊരു പേരുണ്ടല്ലോ. അതെന്താ? സമയങ്ങളിൽ ഗമിക്കുന്ന കൂടാരം. സമയാസമയങ്ങളിൽ ഗമിക്കുക. ഇവിടുന്ന് പാളയെ കൂടി അപ്പുറത്തോട്ട് പോകാൻ നേരത്ത് എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകും അങ്ങോട്ട്. അപ്പോൾ അവിടെ ഇറങ്ങി വസിക്കുമ്പോൾ അവിടെ പെട്ടകം ഈ സമാഗമന കൂടാരം അവിടെ മധ്യത്തിലുണ്ട്. അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വസിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സംഗതി മാറി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കളി മാറി. പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്തായി? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കണം. സ്തോത്രം.